എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് പഠിക്കുന്നത്? പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സുഖം അനുഭവിക്കാൻ അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കാനാണ് ജീവിക്കുന്നത്. അപ്പോൾ പഠിക്കുന്നത് അറിവ് സമ്പാദിക്കാൻ. അറിവ് സമ്പാദിച്ചു കഴിഞ്ഞാൽ സന്തോഷകരമായി ജീവിക്കാൻ സാധിക്കും, ആനന്ദകരമായി ജീവിക്കാൻ സാധിക്കും. നമ്മൾ നന്നായിട്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥിര വരുമാന മാർഗമായി കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കും. പണ്ട് ഒരു കഥയുണ്ട്. ഒരിക്കൽ ഒരു സായിപ്പ് ഒരു മീൻപിടുത്തക്കാരനെ കണ്ടുമുട്ടി. അദ്ദേഹം ചെറിയ വള്ളത്തിൽ മീൻ പിടിച്ചാണ് ജീവിച്ചിരുന്നത്. അപ്പോൾ ആ സാഹിബ് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു നല്ല യന്ത്രവൽകൃത ബോട്ടുമൊക്കെ സംഘടിപ്പിച്ച് കൂടുതൽ മീനിനെയൊക്കെ പിടിച്ചാൽ കൂടുതൽ സന്തോഷകരമായിട്ട് ജീവിക്കാൻ സാധിക്കില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ സംതൃപ്തനാണ്, പിന്നെ എന്തിനാണ് കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന്. അതുപോലെ ഉള്ളതുകൊണ്ട് തൃപ്തിയായിട്ട് ജീവിച്ചാൽ അതാണ് ഏറ്റവും വലിയ സംതൃപ്തി. ഇനി പലരും പറയും, എനിക്ക് അത്ര സുഖമൊന്നുമില്ല എന്നത്. പക്ഷേ നമ്മളെക്കാൾ കഷ്ടപ്പെടുന്നവരെ കുറിച്ച് ചിന്തിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ വളരെയധികം അവരെ അപേക്ഷിച്ച് സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നതെന്ന്. രോഗമില്ലാത്ത ഒരു ശരീരമാണ് അളവില്ലാത്ത സമ്പത്ത് എന്ന് തമിഴിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്. നമ്മൾ പഠനമാണെങ്കിൽ തന്നെ 4 അവസ്ഥകളുണ്ട് പഠനത്തിൽ. പഠിക്കുക, ബോധിക്കുക, പിന്നെ ആചരിച്ച് നടക്കുക, ആചരിപ്പിക്കുക. ഇങ്ങനെ 4 അവസ്ഥകളാണ് വിദ്യയിൽ ഉള്ളത്. വിദ്യ സമ്പാദിക്കുന്നതിനും പല വഴികളുണ്ട്. ഗുരുവിനെ ശുശ്രൂഷിച്ച് വിദ്യ പഠിക്കുക, അല്ലെങ്കിൽ ധനം കൊടുത്ത് ഗുരുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക, വിദ്യ സമ്പാദിക്കുക. അല്ലെങ്കിൽ ഒരു വിദ്യ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് ഒരു വിദ്യ ഇങ്ങോട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കാൻ വഴികളുണ്ട്. പിന്നെ വേറൊരു രീതിയിലും പറയുന്നുണ്ട്. ആചാര്യനിൽ നിന്നും ആദ്യത്തെ പാദം പഠിക്കുക. അതായത് 4ആയിട്ട് ഭാഗിച്ചതിൽ ആദ്യത്തെ ഭാഗം ആചാര്യനിൽ നിന്ന് പഠിക്കുക. പിന്നെ ശിഷ്യൻ സ്വമേധയാ പഠിക്കുക. പിന്നെ ബാക്കി കൂട്ടുകാരിൽ നിന്ന് പഠിക്കുക. പിന്നെ കാലക്രമം കൊണ്ട് പഠിക്കുക. അങ്ങനെ 4 രീതിയുണ്ടെന്ന് അങ്ങനെയും പറയുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ പഠനമൊക്കെ നടത്തി നല്ല പരീക്ഷയൊക്കെ പാസ്സായി നല്ല രീതിയിൽ ജീവിച്ചാൽ സുഖമായി ജീവിക്കാം, സന്തോഷമായി ജീവിക്കാം. സന്തോഷമാണ് ഏറ്റവും വലിയ ശ്രേയസ്. സന്തോഷം തന്നെയാണ് മഹാനന്ദത്തെ തരുന്നത്. സന്തോഷം മനസ്സിൻ്റെ വിശ്രാന്തി മൂലമാണ് കിട്ടുന്നത്. അതുകൊണ്ട് സദാസമയവും സന്തോഷത്തോടെ ഇരിക്കാനാണ് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി പറയുന്നത്. മല പോലെ ആപത്ത് വന്നാലും മരണം അടുത്താലും നമ്മുടെ മനസ്സ് കലങ്ങരുത്, മനസ്സ് ചഞ്ചലപ്പെടരുതെന്നാണ് പറയുന്നത്. അത് ആപത്തോ സമ്പത്തോ വന്നാലും ജരാമരണാദികൾ വന്നാലും നമ്മൾ വിഷമിക്കരുത് എന്നാണ് പറയുന്നത്. അതിങ്ങനെയാണ്. സന്തോഷം ശ്രേയസുപാരം അഹോ സന്തോഷം തന്നെ മഹാനന്ദമോർത്താൽ സന്തോഷം വിശ്രാന്തി മൂലം സദാ സന്തോഷത്തോടിരി എന്തു വന്നാലും. മല പോൽ കുലുങ്ങാതിരിക്കൂ നിത്യം, മല പോലെ ആപത്തു വന്നാലും കൂടി കലങ്ങാതെ മരണമെടുത്താൽ കൂടി തെളിഞ്ഞു വസിക്ക നീ ചന്ദ്രനെ പോലെ. വരട്ടെ ആപത്തോ സമ്പത്തോ വല്ല
വരട്ടെ ജരാ മരണാദിയോ എല്ലാം ഒരിത്തിരി കൂസൽ കൂടാതെ തന്നെ കരുത്തോടെ കാലം കഴിക്കു നീ മനമേ. ധീരത്വം ആയതു തന്നെ മനമേ. ധീരന്മാർ ചെയ്തതും അങ്ങനെ തന്നെ. പാരിച്ച ദുഃഖസുഖങ്ങൾ വന്നാൽ ഭീരുക്കളല്ലോ വികാരപ്പെടുന്നോർ. അങ്ങനെയാണ് ശിവയോഗി പറഞ്ഞിരിക്കുന്നത്. ആ ദുഃഖസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വികാരപ്പെടുന്നത് ഭീരുക്കളാണെന്ന്. അതുകൊണ്ട് നമ്മുടെ പേടിയെല്ലാം മാറ്റി നല്ല ധൈര്യവാനായി ജീവിക്കാൻ നമുക്കൊക്കെ പരിശ്രമിക്കാം.